ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ചെറിയൊരു പഠനത്തിലേക്ക് നീങ്ങാം. എൻ്റെ വൈഫ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. സോ നമുക്ക് ടൈപ്സ് ഓഫ് ഫ്രെയിംസ് അതിൻ്റെ എങ്ങനെയാണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് നോക്കാം. ഫുൾ റിം ഫ്രെയിംസ്. അപ്പൊ ഇത് കോമൺലി എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ഇവിടെ നോക്കുക, ഇത് പ്ലാസ്റ്റിക് ആണ്, മോസ്റ്റ്ലി എല്ലാം പ്ലാസ്റ്റിക് ആണ് വരിക. പിന്നെ ഇവിടെ നോസ് പാഡ് ഉണ്ടാവില്ല. നോസ് പാഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോസ് പാഡ് ഉണ്ടാവില്ല. സോ ഇതിട്ടിട്ട് ഒന്ന് തല ഇട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിയേ. കണ്ടോ? അപ്പൊ അത് താഴേക്ക് വന്നു, മുകളിലായിട്ടെങ്കിലും താഴേക്ക് വന്നു. അപ്പൊ നമ്മള് നോസ് പാഡ് ഇല്ലാത്തത് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ടൈറ്റ് അല്ലെങ്കിൽ സ്വെറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും അതിങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി വരുന്നത്, ഫുൾ റിം ഫ്രെയിംസ്. കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഹാഫ് റിം. ഹാഫ് റിം സുപ്ര ഫ്രെയിംസ് എന്ന് പറയും. അതായത് മേൾ ഭാഗത്ത് റിം ഉണ്ട്, ലെൻസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ താഴെ ത്രെഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലെൻസിന് അവിടെ ഒരു ത്രെഡ് ഇരിക്കാനായിട്ടുള്ളൊരു ഒരു സംഭവം ഉണ്ടാക്കി അവിടെ ത്രെഡ് വെച്ചിട്ട് ലെൻസിനെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുവാണ്. അത് ബ്രാൻഡ് ടോമിയുടെ ആണ്. അപ്പൊ ഇതിന് കണ്ട് ഇവിടെ നോസ് പാഡ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് ഇട്ടിട്ട് ഷേക്ക് ചെയ്ത് നോക്കിയേ. അങ്ങനെ വരില്ല, അത് വരത്തുമില്ല. അത് മാത്രമല്ല, നോസ് പാഡിന്റെ ചെറിയൊരു എന്താ പറയാ പാട് ഇവിടെ ഇങ്ങനെ ഫേസിന്റെ അവിടെ ഇങ്ങനെ പാട് വരുന്നു എന്നൊക്കെ പറയില്ലേ? അത് നമ്മള് നോസ് പാഡ് ഒരു 3 months കൂടുമ്പോഴൊക്കെ ചേഞ്ച് ചെയ്യണം. നോസ് പാഡിൽ എന്താവും സ്വെറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ബ്രാൻഡഡ് നിങ്ങൾ പോകുമ്പോൾ റേബാൻ, ടോമി അങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ടോമിയുടെ സിമ്പിൾ കാണും നോസ് പാഡിനകത്ത്. സോ ബ്രാൻഡഡിൽ പോകുമ്പോൾ ബ്രാൻഡഡിന്റെ തന്നെ പോകേണ്ടി വരും. അത് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല. കോമൺലി അല്ലാതെ നോർമൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, ബ്രാൻഡഡ് അല്ലാത്ത പോകണമെങ്കിൽ നോസ് പാഡ്സ് ഈസിലി അവൈലബിൾ ആണ്. എവറി 3 months 6 months ഒക്കെ ആകുമ്പോൾ ടൈറ്റൻ അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ ഒപ്റ്റിക്കൽസിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഫ്രീ ആയിട്ട് അവർ ചേഞ്ച് ചെയ്ത് തരുന്ന കാര്യമുള്ളൂ. അപ്പം അത് ചേഞ്ച് ചെയ്യാതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ സ്വെറ്റ് ഒക്കെ കാരണം ഇവിടെ ഇങ്ങനെ പാട് വരുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ റിംലെസ് എന്ന് പറയുമ്പോൾ ലെൻസ് ഫുള്ളി വെളി കാണും. 3 piece ഫ്രെയിം എന്നും ഇതിന് പറയും. കാരണം ഇതിന് ഈ ഭാഗത്ത് ടെമ്പിൾ ഉണ്ട്, ഓക്കെ, നോസ് ബ്രിഡ്ജ് ഉണ്ട്, ലെൻസ് ഉണ്ട്. സോ 3 piece. അപ്പൊ അങ്ങനെയും പറയാം, റിംലെസ് എന്നും പറയാം. ഇങ്ങനത്തെ ടൈപ്പ് മോസ്റ്റ്ലി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, കാരണം നമ്മൾ ലെൻസ് കംപ്ലീറ്റ്ലി നമ്മൾ കൂടുതലും ഇങ്ങനത്തെ എടുക്കുമ്പോൾ നല്ല മെറ്റീരിയൽ, പോളികാർബണേറ്റ് പോലത്തെ മെറ്റീരിയൽ ആയിരിക്കും ലെൻസ് കൊടുക്കുക. സ്റ്റിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. ഈ റിംലെസ് അല്ലെങ്കിൽ സുപ്ര പോലത്തെ ഫ്രെയിംസ് എടുക്കുമ്പോൾ ഉള്ള ഒരു കംപ്ലൈന്റ്, ഇപ്പൊ ഇതൊരു ആളുടെ കംപ്ലൈന്റ് ആണ്. അതായത് പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത ഫ്രെയിമും ലെൻസും ഒക്കെ തന്നെയാണ്, പ്രോഗ്രസീവ് ആണ്, പ്ലസ് ലെൻസ് കൂടുതലാണ്, പ്ലസ് പവർ കൂടുതലാണ്. ഇത് റേബാൻ്റെ ആണ്. അപ്പൊ സംഭവം പ്രശ്നം എന്താ വെച്ചാല് ലെൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തിക്നെസ് കൂടുതലാണ്. മനസ്സിലായി? നോർമൽ ഒരു തിക്നെസ്സിനെക്കാട്ടിലും ഇച്ചിരി തിക്നെസ് ഇവിടെ ആയിട്ട് കൂടുതലുണ്ട്. അപ്പൊ പുള്ളിക്ക് അത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈ സുപ്ര അല്ലെങ്കിൽ റിംലെസ് പോലത്തെ ഫ്രെയിംസിലേക്ക് പോകുമ്പോൾ ഹൈ പവർ ഉള്ളവർ കൂടുതലും അങ്ങനത്തെ ഫ്രെയിംസ് സെലക്ട് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഫ്രെയിംസും അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിംസും സെലക്ട് ചെയ്യാതിരിക്കുക. ബിക്കോസ് മെറ്റൽ ഫ്രെയിംസ് ആണെങ്കിലും മെറ്റലിന് ഇവിടെ കുറവാണ്, തിക്നെസ് ഇല്ല, ഫ്രെയിം തിക്നെസ് ഇല്ല. അതേസമയം പ്ലാസ്റ്റിക് ഫ്രെയിംസിന് പോകുമ്പോൾ ഫ്രെയിം തിക്കാണ്. സോ ലെൻസ് ഇതിനകത്ത് ഇരുന്നോളും. മനസ്സിലായി? അത്രയും തിക്നെസ് വെളിയിൽ അറിയില്ല. പിന്നെ ഒരു ഓപ്ഷൻ തന്നെ ട്രാൻസ്പെറന്റ് ഫ്രെയിംസിലേക്ക് പോകുക. അപ്പൊ അതും എന്താ പറയാ, ഇല്ല, അതിന് നോസ് പാഡ് കാണില്ല. അത് കുഴപ്പമില്ല, അത് അത്ര അങ്ങനെ ലൂസ് ആവില്ല. അത് ടൈറ്റ് ചെയ്യാനും നമുക്ക് ഒരു ലിമിറ്റ് വരെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെറ്റലിന്റെ അത്രയും പറ്റില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലൂസ് ആവുമെങ്കിലും ഹൈ പവർ ഉള്ളവർക്ക് ഇപ്പം ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് വരാതെ ഇരിക്കണമെങ്കിൽ, ഇപ്പം നിങ്ങളുടെ പവർ കൂടുതലാണ്, ലെൻസ് ഒത്തിരി കാണുന്നതിൻ്റെ ഒരു നിങ്ങൾക്ക് അത് വറീഡാണ്, നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിംസ് അല്ലെങ്കിൽ തിക്നെസ് ഉള്ള ഫ്രെയിംസിലേക്ക് പോയാൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഷേപ്സ് നോക്കാം. ഷേപ്സ് ഒത്തിരി ഷേപ്സ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷേപ്സ് എന്ന് പറഞ്ഞാൽ ബോയ്സ് നോർമലി എടുക്കുന്നതാണ് ഏവിയേറ്റർ ടൈപ്സ് മെറ്റൽ. യെസ്. അപ്പൊ അങ്ങനത്തെ ഏവിയേറ്റർ ടൈപ്സ് നോർമലി ബോയ്സ് എടുക്കാറുണ്ട്. ഇതിന്റെ തന്നെ സ്ക്വയർ ഷേപ്പിൽ വരും മെറ്റലില്, ഡബിൾ ബ്രിഡ്ജിന്റെ
ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ആ നോസിന്റെ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട്. സോ ഡബിൾ ബ്രിഡ്ജ്. ഇതോ? അതെ, അതെ, അത് ഡബിൾ ബ്രിഡ്ജ് ഫ്രെയിംസ് അങ്ങനെ വരും. പിന്നെ സർക്കിൾ, റൗണ്ട് ഷേപ്പ് ഫ്രെയിംസ് ഉണ്ട്. പല ഷേപ്പ് ഉണ്ട്. ഇപ്പം ഹെക്സഗണൽ അങ്ങനത്തെ ഒക്കെ പല ഷേപ്പ് ഉണ്ട്. കോമൺലി നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ഷേപ്സ് ഇതൊക്കെയാ. ഇത് സ്ക്വയർ, റെക്ടാംഗിൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രെയിമിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടില് പ്ലാസ്റ്റിക്കും സൈഡിൽ മെറ്റലും. മനസ്സിലായോ? നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് കംപ്ലീറ്റ് മെറ്റൽ, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് അല്ലേ. ഇത് കോമ്പിനേഷൻ പോലെ ഫ്രണ്ടില് പ്ലാസ്റ്റിക്കും സൈഡില് മെറ്റൽ വരുന്ന ടൈപ്പ് ഉള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പാണ് ഇത്. കാറ്റൈ ഷേപ്പ്. അതിനിവിടെ കണ്ടാൽ അറിയാം, ഇവിടെ ഇങ്ങനെ എഡ്ജസിൽ ഇങ്ങനെ ഒരു നീട്ടം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അത് യൂഷ്വലി ലേഡീസിന്റെ. ഇപ്പൊ ഇന്റർനാഷണൽ ബ്രാൻഡിലേക്ക് പോണേ വോഗ് ബ്രാൻഡൊക്കെ പർട്ടിക്കുലർലി ലേഡീസിന് വേണ്ടി മാത്രമാണ് അവര് ഫ്രെയിംസ്. അതെന്തായിട്ട് തോന്നുന്നു? ഇത് സൺഗ്ലാസ് ആയിട്ട് തോന്നുന്നു. കണ്ട ഒരു സൺഗ്ലാസ് ആണെങ്കിലും അതിന്റെ മേൽഭാഗം ഒന്ന് റിമൂവ് ചെയ്തേ. ഇപ്പൊ ഇത് നോർമൽ ഐ ഗ്ലാസ്. ഇവിടെ ഇതിപ്പോ നമ്മള് ഡമ്മി ലെൻസ് ആണ്. അവിടെ നമുക്ക് നമ്മുടെ പവർ ലെൻസ് ഇടാം. നമുക്ക് നോർമൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതേസമയം നിങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ ഇതിനെ നിങ്ങൾക്ക് സൺഗ്ലാസ് ആയിട്ട് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് 2-3 കളർ വരുന്നുണ്ട്. നിങ്ങൾക്ക് മാറി മാറി വേറെ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ അതിനകത്ത് തന്നെ ഞാൻ പിന്നീട് വേറെ ഇതിൽ പറയാം. ഫോട്ടോഗ്രാമാറ്റിക് ട്രാൻസിഷൻ അല്ലെ സൺഗ്ലാസ് തന്നെ പവർഡ് സൺഗ്ലാസ് ഒക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇത് ഒരു ഈസി മെത്തേഡാണ്. ഈ ഒരു ഫ്രെയിമിന്റെ വിലയിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ കിട്ടും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ടൈപ്സ്, അതായത് ഫുൾ റിം ഉണ്ട്, റിംലെസ് ഉണ്ട്, സുത്ര ഉണ്ട്, മെയിൻലി മെറ്റല്. എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ നമുക്ക് ഇതിന്റെ ലെൻസ് മാറ്റാനോ? അതായത് ഇപ്പൊ ഈ സൺഗ്ലാസ് ആണെങ്കിൽ തന്നെ, ഇതിപ്പോ സൺഗ്ലാസ് ആണെന്ന് ചോദിക്കട്ടെ, ഈ സൺഗ്ലാസിന് എനിക്ക് വേറൊരു, ഇപ്പം ഇത് ബ്ലാക്ക് ആണ്, എനിക്ക് ഒരു മിറർ ടൈപ്പ് സൺഗ്ലാസ് വേണം, അതായത് ഫ്രെയിം ലെൻസ് വേണം. അതായത് എനിക്ക് മനസ്സിലായി, നമ്മുടെ കയ്യിൽ ഒരു എക്സിസ്റ്റിംഗ് സൺഗ്ലാസ് ഉണ്ട്. ആ സൺഗ്ലാസിന്റെ ലെൻസിൽ ഇപ്പൊ എന്തെങ്കിലും സ്ക്രാച്ച്, ലെൻസ് ബോറായി ഞാൻ പറഞ്ഞു പറഞ്ഞാല്, ഇതിപ്പം ഞാനിപ്പം ഇപ്പൊ ഇതൊരു സൺഗ്ലാസ് ആണ്, ഞാനിത് ഇട്ട് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യൂഷ്വലി അത് മാറുകയാണ്, വേറെ ഒരു പുതിയ സൺഗ്ലാസ് എടുക്കുകയാണ്. പുതിയ സൺഗ്ലാസ് എടുക്കാൻ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ, ഈ സൺഗ്ലാസിന്റെ ഈ ഗ്ലാസ് ലെൻസ് മാറ്റിയിട്ട് വേറെ ടൈപ്പ്, അതായത് ഇപ്പൊ ഞാനിപ്പോ മിറർ ടൈപ്പ് ആണ് ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് എനിക്ക് മാറ്റിയിട്ട് എനിക്ക് വേറൊരു ലെൻസ് ഉപയോഗിക്കണമെന്നുണ്ട്. അതങ്ങനെ സാധിക്കുമോ? നമുക്ക് സൺഗ്ലാസിൽ തന്നെ നമുക്ക് ഏതാണോ യൂസ് ചെയ്യണേ ആ ഫ്രെയിം അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് അതിനകത്ത് ലെൻസ് റിമൂവ് ചെയ്ത് വേറെ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണോ, ഏത് കളറാണോ, മിറർ കോട്ടിങ് വേണോ, പോളറോയിഡ് വേണോ, നോർമൽ ടിൻറ്റ് വേണോ, എങ്ങനത്തെ വേണമെങ്കിലും അല്ലെ പവേർഡ് ആക്കണമെങ്കിലും അത് തന്നെ കീപ്പ് ചെയ്ത് ലെൻസ് മാറ്റണം. പോസിബിൾ ആണ്. ഫ്രെയിം നല്ല കണ്ടീഷൻ ആയിരിക്കണം എന്ന് മാത്രം. ഫ്രെയിം ഒരുമാതിരി പൊട്ടാറായിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ അത് മാറ്റിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെൻസ് മാത്രം നമുക്ക് മാറ്റാം. ഫ്രെയിം ഇപ്പം പൊട്ടുവാണെങ്കിൽ രക്ഷയില്ല. ഫ്രെയിം അല്ലെങ്കിൽ പൊട്ടുമല്ല, അപ്പം അങ്ങ് ഒരുപാട് യൂസ് ആയി അത് പൊട്ടാറായി, അങ്ങനത്തെ ഒരു ഡാമേജ് ആയി നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യാനേ പറ്റും. എന്നാ വേറെ സംശയങ്ങളൊന്നുമില്ല. നമുക്ക് ലെൻസിന്റെ ആയിട്ട് വേറൊരു കുറെ വിശദീകരണം, ഒത്തിരി കാര്യങ്ങൾ. ഞാൻ ഇവിടെ വരാനുള്ള കുറെ പേര് ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും ഇൻഫർമേഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട്. പ്രോഗ്രസീവ് ലെൻസ് ആയിക്കോട്ടെ, സിംഗിൾ വിഷൻ ആയിക്കോട്ടെ, കിഡ്സിനുള്ള സ്പെഷ്യൽ ലെൻസസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പലർക്കും ഒത്തിരി കൂടുതൽ പേർക്കും കൂടുതൽ ഇൻഫർമേഷൻ ഇല്ല. അവർ പോണു, അവരന്നേരം അവരെ സജസ്റ്റ് ചെയ്യുന്ന ലെൻസ് അവരെടുക്കുന്നു. ബ്ലൂ ഫിൽറ്റർ ഉണ്ട്, കുറെ ഫിൽറ്റേഴ്സും കോട്ടിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലെൻസ് നമ്മളെങ്ങനെ സ്പെക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് എപ്പോഴേലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ ഇടാം. നല്ലൊരു ഇൻഫോർമേറ്റീവായി. ബൈ.